ആൾക്കാർക്ക് വിളിച്ചല്ലേ ഏതൊക്കെ പിന്നെന്താ മോളെ ചക്കരേനൊക്കെ വിളിച്ച ആൾക്കാര് കുട്ടികളിൽ വരെ പോകുന്നുണ്ട് അപ്പൊ ഒരു കുട്ടി. ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ഷംനക്കിട്ടൊരു പ്രാങ്ക് കൊടുക്കാനാട്ടോ. അപ്പൊ ഓള് ഇവിടെ എല്ലാവരും കുട്ടിക്ക് പാല് വാങ്ങാൻ പോയിക്കണ്. അപ്പൊ എന്ത് വീഡിയോ ഒന്ന് കൊടുക്കണ് പറയും ചെറിയ പറയും. ഓക്കെ, നമ്മള് വേറെ നമ്മളെ കൂട്ടുകാരന്മാരെ കൊണ്ട് ഫോൺ കോൾ ചെയ്യിപ്പിക്കാം. പറ്റിച്ചാണ് ലവറാന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് ചെറിയ അപ്പൊ നല്ലൊരു എല്ലാരും ചൂടാവും അതിന്റെ രീതിയില്. അപ്പൊ ഓളെ എല്ലാവർക്കും കൊടുക്കണ പണിയാണ് ഓക്ക്. ഓക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടേണ്ട മാർക്ക് ഇന്ന് നല്ല കൊടുക്കണം. നല്ല കൊടുക്കാൻ ഡയലോഗ് ഒന്ന് നിർത്താം. നമ്മള് കരയിപ്പിച്ചോ കരയുണ്ടോക്കട്ടെ. ചിലപ്പോ കാര്യമൊന്നുമില്ല, വേക്കൊന്നും ഇല്ല. ആളങ്ങനെയാണ് റബ്ബർ മാതിരി അങ്ങോട്ട് പോകും. അപ്പൊ നമ്മക്ക് പറ്റി വെക്കാം, നോക്കാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് കൂടുതൽ ഒളിച്ചോ ഇല്ല എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം എന്താ അവസ്ഥ അറിയാലോ. ഈ വീഡിയോ ആരും നെഗറ്റീവായി കാണരുത്. വെറുതെ ഒരു പ്രാങ്ക് കേട്ടോ, വേറെ ഒന്നല്ല, വെറുതെ ഒരു പ്രാങ്ക്, വേറെ ഒന്നുമില്ല ഇതില്. കൊണ്ട് ഓളെ വേദനിപ്പിച്ചും. അപ്പൊ ഓളെ അല്ലെ ഓളെ വേദനിപ്പിച്ച ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല. അല്ല, ചിലവരുണ്ട് ഷംനത്താറ് നടക്കണോലുണ്ട്. അപ്പൊ ഇതൊരു പ്രാങ്കായി കാണണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നിങ്ങളെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞോളി, നമുക്ക് പരിപാടി തുടങ്ങണ്ടേ. ഓളവിടെ അടുക്കളയിലാണ്. ഞമ്മക്ക് ഷോട്ടിന്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ നോക്കാന്ന് പറഞ്ഞാണ്ട് ഓള് വിളിച്ചോണ്ടെന്നാലോ. അങ്ങോട്ട് കൊണ്ടുവരട്ടെ. ആ ക്യാമറ ഓൺ ആക്കി വെക്കാം. അപ്പൊ ഓക്ക് ഡൗട്ട് ഒന്നുമില്ല. അല്ല, ചൂടാകണോ അനക്ക് പാരപ്പ ഈ വിളിച്ചത് എന്നൊക്കെ ചോദിച്ചാണ് ശംനോട്. അനക്കല്ല റോള് വേണം അല്ലെ നമ്മള് ചൂടാകണ്ട. ഹലോ, ഇജ്ജ് പേരില്ല വെറുതെ ഇരിക്ക പറയ്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടേ എന്റെ ഫോണൊക്കെ വിളിച്ചിട്ട് പിന്നെ അതില് പറയാ ഞാന് ഹലോ, ഞാൻ ഒന്ന് എടുത്താ പോരാ. ഹലോ പറയണ്ടല്ലോ, ഹലോ പറഞ്ഞ ആളാണ് മനസ്സിലായി. ഞാൻ എടുക്കും. ഓക്കെ, ഞാൻ ഫോൺ എടുത്തിട്ട് എന്താ പറയണ്ടത്? എന്താ മോളൂസേ ചെറിയാപ്പ് പോയോ? ചെറിയാപ്പ് പോയിട്ടില്ലേ ഞാൻ ചോദിച്ചു. എന്റെ ഫോണൊക്കെ വിളിച്ചു ഞാൻ എടുക്കുമ്പോ ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഒരു 3 മിനിറ്റ് ആയിരുന്നു വിളിച്ചോ. മോളൂസേ ചെറിയാപ്പ് പോയോ? എന്തോ പോകാത്ത. ബാക്കി ആക്ടിങ്ങിൽ വരട്ടെ കേട്ടോ. അതെല്ലാം ഉസാറാക്കി പറഞ്ഞോ. അന്റെ മോളൂസിലാണ് ഇവിടെ കച്ചവടം തുടങ്ങാൻ. നല്ല മസാല കേട്ടോ. ഓണ ചിത്രണ്ടോ. ഷോട്ടിന്റെ പരിപാടികളൊക്കെ ചോദിച്ചാൽ ഇവിടെ കുറച്ചൊന്നും ചെറിയപ്പോ വിളിച്ചല്ലേ ഷംന? വാ, കൊറേ നേരം എന്നെ കാത്തിക്കണതാ. വാങ്ങട്ടെ. അപ്പൊ എന്താ കാട്ടണ്? മറ്റേ എവിടെ വരെ ആയി? കണ്ണന്റെ എന്താ വല്യമ്മ ആലോചിച്ചോ? അപ്പൊ അമ്മായിയും ഇമ്മമ്മയൊക്കെ വന്നതല്ലേ. അപ്പൊ നമുക്ക് ഇന്നലെ ഞാൻ ചെറിയപ്പൂനോടൊന്ന് പറഞ്ഞീനി. വല്യമ്മ ഉള്ളി വെച്ചു. ചെയ്തോ? രാവിലെ ചെയ്തോ? ഇല്ലേ, രാവിലെ ചെയ്തോ. രാവിലെ ഞങ്ങള് കൊറച്ചെടുത്തെടുക്കണം, അതിന്റെ ബാക്കി എടുക്കാണ്ട്. അപ്പൊ അതിന്റെ ഡയലോഗ് ഞങ്ങൾക്കൊരു തഗ് കിട്ടാണ്ട് അത് കിട്ടിയിട്ടില്ല. ഡയലോഗ് കിട്ടിയില്ല. ഇല്ല, അത് ഞാൻ ഇപ്പൊ നിങ്ങളെ ആലോചിച്ച് പറഞ്ഞ് ഞാൻ പോയതല്ലേ ഓന് തിന്നാണ്ടാക്ക. ആലോചിച്ചോ? ഞാൻ ആലോചിച്ചില്ല. ഞാൻ കഫക്കെട്ടല്ലേ, ജലദോഷം കഫക്കെട്ടായിട്ടേ ആരും ആലോചിച്ചില്ല. കൊടുക്കണ്ടേ അവിടെ അങ്ങോട്ട് പോകുമോ? ഇതെന്താണ് മോളെ ഫോണ്? ഹലോ ഹലോ, പോയോ? ഹലോ,
ഇതാരാ മോളെ? ഇതാരാ? നമ്പർ മാറിയതാ ആരാ നമ്പർ മാറുന്നു? മാപ്പിളല്ലേ മാപ്പിന്റെ പേര് പിന്നെ എങ്ങനെ ചെറിയാപ്പ് പോയോ എങ്ങനെ വിളിച്ചാത്ത ഒരാള് പിന്നെ ആരാ വിളിച്ചാ നോക്കാം നോക്കിയാലേ അങ്ങോട്ട് തിരിച്ചു അത് തിരിച്ചു വിളിച്ചോളെ ആരാ നോക്കേ പ്രേമിച്ചാന് എന്താ ലൈവിലൊക്കെ എന്താ പറയാ ഞാൻ പ്രേമിച്ചതല്ല വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ ഇപ്പൊ. കൊണ്ടൊന്ന് നോക്കട്ടെ ഇങ്ങോട്ട് നിക്ക്, ഞാൻ നോക്കട്ടെ. ഇല്ലല്ല, നമ്പറാണ്. ആരേലും തെറ്റി വിളിച്ചതൊക്കെ ചെറിയ ആരോടാണ്? എന്നോടല്ലേ? അപ്പൊ ഇന്ന് പോകുന്ന് പറഞ്ഞിക്കണോളൂ രാവിലെ. അപ്പൊ ആരാണാവോ? എനിക്കറിയാതെ എന്റെ ഫോണിക്ക് പിന്നെ ആരാ വിളിച്ചണേ? പിന്നെ അങ്ങനെ ആരാ ചോദിക്കണത്? മോളൂസേന്നൊക്കെ വിളിച്ചാൽ മാത്രം എന്താ ബന്ധമുള്ളൂ? അപ്പൊ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? അല്ല അറിയില്ലെങ്കിൽ എങ്ങനെ വേറെ ആരെങ്കിലോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിളിച്ചത് അടിച്ചിട്ടില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് അറിയണ ആളെ കണ്ടോളൂ അങ്ങനെ വർത്താനം പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ പറയോ? അന്ന നല്ലോണം അറിയണ്ട് ഇമ്മ, അതുകൊണ്ടാണ് അല്ല, ഇതെങ്ങനെ അങ്ങനെ വിളിച്ചത്? ഇവിടെ 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 കപ്പിള് അങ്ങനത്തെതാണ്. അപ്പൊ നല്ല എന്താ പറയാ, ബ്യൂട്ടിഫുൾ കപ്പിളാണെന്നൊക്കെ പറഞ്ഞു. എന്താണല്ലോ എന്നിട്ടാണ് പരിപാടി? ഇതിന് ആരെ വിളിച്ചത്? ഇതിപ്പോ എങ്ങനെ ഇതിക്ക് കൂടാന്ന്? ഞങ്ങളോട് എടുത്തോക്കാൻ മതിയോ? അപ്പൊ പിന്നെ എങ്ങനെ വന്നാ? ഞാൻ പോയിന്ന് പറഞ്ഞിക്കണ അങ്ങോട്ടേ കാലം വിളിച്ചത്. അല്ല, അങ്ങനെ എടുത്തോക്കാൻ പറയണേ. ഞാൻ ആ ഫോൺ അവിടെ വെക്കുവോ? അപ്പൊ അതാ കുട്ടി ഞാൻ പറഞ്ഞത്. ഇജിന്ന് അങ്ങനെ പറഞ്ഞു കാണോ? എന്ത് പറഞ്ഞാണോ? ഇജിന്നോ ഞാൻ ഓൻ പോയിക്കണെന്ന് ഞാൻ പറഞ്ഞു കാണുന്ന് പോകുന്നു പറഞ്ഞു കാണോ? അപ്പൊ എങ്ങനെ ഈ നമ്പർ, എന്റെ നമ്പർ എങ്ങനെ കിട്ടും പറ്റിച്ചാല്? അതല്ല ബുമ്മോള്, അപ്പൊ എങ്ങനെ എന്റെ നമ്പർ എങ്ങനെ കിട്ടുന്ന ഏജോ പറയാതെ? ഓനെന്താ അങ്ങനെ വിളിച്ചാണ് മോളൂസേന്നാ പറഞ്ഞത്. ചെറിയാപ്പ് പോയാന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ? ഇച്ചറിയില്ല, എന്റെ ഫോണിക്കാണ് വന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ പലരോട് എല്ലാത്തിനും നിക്കണല്ലോ. എന്റെ കൂട്ടുകാരന്മാർക്ക് വിളിച്ചതിന് ഞാൻ ഒന്നും പറയില്ല. എന്റെ കൂട്ടുകാരത്തേക്ക് വിളിച്ചതിന് ഞാൻ ഒന്നും പറയില്ല. ഇതൊക്കെ ഇത്രയും ഫ്രീഡം തന്നിട്ട് പിന്നെ ഈ ചിക്കോലം കാട്ടിയാലോ? പിന്നെ ഈ ഇതെവിടുന്ന വന്നത്? ഇതെങ്ങനെ വന്നത്? സംശയം വെച്ച് പറയുന്നത്. അപ്പൊ പിന്നെ ഞാൻ അതിനെന്താ പറയണ്ടേ? ഇതിനെ വിളിച്ചാണ് എന്റെ പെണ്ണുങ്ങളെ മോളൂസെ വിളിച്ചാൽ ഞാൻ പിന്നെ സംശയം വേറെ എന്താ പറയണ്ടേ? ആരെങ്കിലും പറ്റിച്ചാണെങ്കിലോ? എങ്ങനെ പറ്റിച്ചാ? വെറുതെ പറ്റിച്ചാണെങ്കിലോ? അങ്ങനെ വെച്ചിട്ടാ പറ്റിച്ചല്? ഞാൻ പറയാ പറ്റിച്ചാണെങ്കിൽ എന്തിന് പറ്റിച്ചണത്? ഇത് പറ്റിച്ചതാരാന്ന് ഇന്ന് ട്രൂ കോളറിൽ ഇട്ട് വിളിച്ചു നോക്കി. ഓന് വിളിച്ചു. ഓൻ എടുക്കണില്ല, അതല്ല ഞാൻ പറഞ്ഞത്. എടുക്കുമെങ്കിൽ ഇപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചൂല. ആരാ ചോദിച്ചൂലേ? വിശ്വാസല്ലേ? ഞങ്ങളിപ്പോ കേട്ട ഞങ്ങൾക്ക് ആർക്കും വിശ്വാസമല്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഞാൻ ഫോൺ ഇവിടെ വെച്ച് സ്പീക്കറിൽ ആട്ടുവോ? അതിന് ഇന്നലെ പറഞ്ഞു കാണും ഞാൻ പോകുന്നുണ്ട്, ഞാൻ ഇന്നലെ പോകുന്നു പറഞ്ഞല്ലേ? ഇനിയോ ഞാൻ പോകണ്ടാണ് കാണാൻ അങ്ങോട്ടേ കറന്ന് വിളിച്ചിക്ക. അപ്പൊ ഞാൻ നിങ്ങളെ കൊണ്ട് ഇടിപ്പിച്ചുവോ? എവിടെയെങ്കിലും ഞാൻ പോകുന്ന ഇടിപ്പിച്ചു വെച്ചാൽ ഞാൻ ഇവിടെ അല്ലേ എന്റെ മൈൻഡിലും ഉണ്ടാവില്ലേ? കാരണം വേറെ പണിയിലല്ലേ? ഇനിയോ പോയതല്ലേ ഫോൺ കൂടെ പറഞ്ഞു വെച്ചിട്ട്? അല്ലെങ്കിൽ കൊണ്ടുപോകൂലേ? ഞാൻ കൊണ്ടുപോകുന്നില്ല. ഞാൻ കൊണ്ടുപോലെ ഞാൻ കാണിച്ചതരാം. ഞാൻ നോക്കട്ടെ, ഞാൻ ആളൊന്ന് നോക്കട്ടെ. നിക്ക് ഞാൻ പറഞ്ഞതേ, ഞാൻ നോക്കട്ടെ, നോക്കിട്ട് ഞാൻ പറഞ്ഞുതരാം.
എന്റെ യൂട്യൂബ് എന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇപ്പൊ ഞാൻ നിർത്തി തരാം. എനിക്ക് ഈ പരിപാടി അതിനിപ്പോ എനിക്ക് പേഴ്സണലായിട്ട് അക്കൗണ്ട് ഉണ്ടെങ്കിലോ പേഴ്സണലായിട്ട് ഇപ്പൊ അക്കൗണ്ട് തുടങ്ങാൻ ഇത്ര പണിയൊന്നും ഇല്ല. കുറച്ച് മൂളുണ്ടെങ്കിൽ ഇപ്പൊ ഒക്കെ പറ്റൂലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത്രയും കാലമായിട്ട് എന്റെ ഫോൺ ചെക്ക് ചെയ്തില്ലല്ലോ. ഞാൻ ഇപ്പൊ അറിയാതെ പെടുത്തുകാണ്ട് ഇപ്പൊ കിട്ടിയതല്ലേ. ജോലിക്കൊന്നും പോണില്ലാന്ന് കുത്തിരിക്കണ ഇവിടെ അതന്നെ പരിപാടി. പോണേ അല്ലോക്ക് പ്രേമിച്ചിട്ട് ഭയങ്കര അടങ്ങാറുണ്ട്. ആന്ന് അല്ലാതെ ഇപ്പൊ എന്ത് പ്രേമിച്ച ഇതാണ് പ്രേമിച്ചല്? പിന്നെ എങ്ങനെയാ എന്നോട് പറയണ്ടേ ഈ കൊല രണ്ട് തീരുമാനാക്കണം സത്യാവസ്ഥ മനസ്സിലാക്കി. ഇത്രയും കൊല്ലം ഞാൻ നടന്നില്ലേ, ഒരു ചെങ്ങായി വിളിച്ചിട്ട് 3 ദിവസം എവിടെ വെച്ചാൽ നിങ്ങൾ അതിന്റെ പിന്നാലെ പോക്കാ. ഒരാളെ ഫോണിക്ക് അങ്ങനെ വെറുതെ വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പറയില്ലല്ലോ. അത് പരിചയമാരാണല്ലോ പറയണത്. അതല്ലേ ഞാൻ ചോദിക്കണത്. സത്യമായിട്ട് ഇച്ചറിയില്ല. അല്ലെങ്കിൽ ഞാൻ തിരുപ്പൂരിലാണോ തിരുപ്പൂർക്ക് പോകണ്ടെന്നൊക്കെ ഓനെന്ത് പറയണേ? ഞാനല്ലേ പോണത്. ഓൾക്ക് എന്ത് പറയാന്? കിട്ടിയതല്ലേ അത് ശരി. ഇജ്ജ് പറഞ്ഞ ചെക്കനെ അയച്ചിട്ട് ഞാൻ എനിക്ക് വിളിച്ചോളെ അങ്ങനെ ആക്കണോ? ഉണ്ടാവും ചെറിയ പോനെ കെട്ടുന്നതിന് ഒന്നെ തന്നെ. ഇതിപ്പോ നമ്മളറിയില്ലല്ലോ ഇപ്പൊ ഇങ്ങനെയൊന്നും. ഇച്ചുണ്ടെന്നുണ്ടെങ്കിൽ ചോനപ്പം പോയാ പോലെ നിങ്ങളെ പെരിയിൽ അങ്ങനെയല്ല. ഇന്ന് ചോനപ്പണ് പോയാ പോലെ എന്തെങ്കിലും ഇതിപ്പോ ഞാൻ എന്നോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ സ്കൂട്ടി എടുത്ത് പോണി. ഞാൻ എന്നോട് സ്കൂട്ടി എടുത്ത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറയണല്ലേ. ഇജിപ്പോ എങ്ങോട്ടാ പോകണം? ഇച്ചിരി ഐഡിയ. ഇജിനോട് പറയുന്നത് വിളിച്ചാണ് ഞാൻ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ഞാനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയിപ്പോ ഇതിലൊക്കെ ചോദിച്ചിട്ട് വരില്ലേ? ഞാൻ ഇനിയിപ്പോ ഈ ഫോൺ കൊണ്ട് ഞാനിവിടെ എല്ലാം ചോദിച്ചിട്ടുണ്ട്. ചന്ത എങ്ങട്ടാ പോയത് ഇന്ന് എങ്ങട്ടാ പോയതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ എന്റെ ചിന്തയിലായില്ലല്ലോ. ഒരു കാര്യം അറിയുമ്പോ സത്യാവസ്ഥ നിങ്ങളപ്പോ ഞാൻ 5-6 കൊല്ലായിട്ട് ഒപ്പം നടക്കില്ല ഉണ്ടോ അല്ലേ? അതൊക്കെ ഓക്കെ. ഇതിപ്പോ ഒപ്പം നടക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ഇപ്പഴല്ലത് അറിയണത്. അയാൾക്ക് തിരിച്ചു വിളിച്ച് ഇപ്പൊ ഞങ്ങളെല്ലാരും മുന്നിന്നാണ് മോളൂസയെ ചെറിയപ്പോ പോയി. ഇതിപ്പോ ഞാൻ ഒറ്റക്കാണെങ്കിലും ഒക്കെ കേൾക്കണതൊക്കെ ഇപ്പൊ എല്ലാരും കേട്ടോണ്ടോ? ഇതിന് മുന്നേ നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഞാൻ എടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ അല്ലല്ലോ. അല്ലങ്ങളിന്റെ ഫോമെല്ലാം പെരുന്നാക്ക് വന്നതാണ്. 3 ദിവസമായിട്ട് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷനിൽ ചോദിച്ചേക്കാരം വിളിച്ചിക്കാണ്ട്. ഓനെയും പറ്റിച്ചിക്കണോന്ന് അറിയില്ലല്ലോ. എന്താ ചെറിയ തമാശല്ല. ഞാൻ കാര്യത്ത് പറഞ്ഞാണ്. എന്തായാലും മാപ്പിളാരെ ഇങ്ങനെ എങ്ങനെ ചോദിച്ചാൽ മതി. എല്ലാ വാട്സപ്പ് വേണ്ടപ്പല്ല. ഇതിപ്പോ ഓരോരുത്തർക്ക് പ്രൈവറ്റ് ആയിട്ട് എന്തൊക്കെ തുടങ്ങാം. അതന്നെ ഒന്നല്ല ഞാൻ കുട്ടീനെ ഞാൻ എന്തൊക്കെ ഫ്രീഡം എനിക്ക് തന്നിക്കണം. എന്നിട്ട് ഈ അമ്മോട് ഈ കാട്ടില് കാട്ടിയാലേ പോന്നോളെ. ഞങ്ങളോട് ഇത്രയും കാലമായിട്ട് ഞാൻ അവിടെ പറയിപ്പിച്ചിരിക്കണല്ലേ ഇതിപ്പോ പറയിപ്പിച്ചല്ലേ. ഇത് പറയാതെ അറിഞ്ഞല്ലേ. ഞങ്ങക്ക് വണ്ടിക്കാണ് തരുന്നുണ്ട്. എന്റെ വണ്ടി ഫോണ് വാങ്ങിയാൽ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും. അപ്പൊ യൂട്യൂബ് എന്താ? യൂട്യൂബ് വേറെ ആരെയും ഫോണിൽ ഇട്ടാൽ മതി. ഒന്നും കൊടുക്കണ്ട. യൂട്യൂബ് സത്യാവസ്ഥ എന്ത് സത്യാവസ്ഥ മോളെ? വിശ്വാസമില്ല. എന്റെ ഇത്രയും കാലം 10-20 ഇപ്പൊ പെട്ടെന്ന് ചെങ്ങായി ഇങ്ങനെ അതിന്റെ സത്യങ്ങളും ചോദിച്ചു നോക്കുക. അയാൾക്ക് വിളിച്ചു ഞങ്ങൾക്ക് അതല്ല പണി. എനിക്ക് വിളിച്ചോളൊക്കെ വിളിച്ച് ചോദിച്ചല്ല. എനിക്ക് എന്താ സത്യാവസ്ഥ വെച്ചാല് ഇതിപ്പോ വെറുതെ മോളേന്ന് വിളിച്ചോ? മോളേന്ന് വിളിച്ചോ? വെറുതെ ഒരാൾ വിളിച്ചോ? പേരറിയോ? അപ്പൊ ഇന്റെ പേരെങ്ങനെ എനിക്ക് അറിഞ്ഞത്? ആരെങ്കിലും പറ്റിച്ച വിളിച്ചാണെങ്കിൽ അത് വെറുതെ വേറെ എത്ര ചെറിയ ഞാൻ തിരുപ്പൂരിലാണെന്ന് പോലെ ഞാൻ മനസ്സിലാക്കിയത്. ഹിന്ദിക്കാരെന്നെ പഠിച്ചാണ്. ടൈമുണ്ടല്ലോ വിളിച്ചോളൂ. അതിനിറങ്ങാറ് അല്ല പറയാ ജിപ്പി പറഞ്ഞപ്പോ വിശ്വാസം ശരിക്കും വിശ്വാസമല്ല. ഇനിയിപ്പോ ഓൽക്കൊക്കെ വിശ്വാസമല്ല. ഇച്ച് വിശ്വാസം വരണ്ടേ? ഓൽക്കൊക്കെ പണിക്ക് വിശ്വാസം വണ്ടിക്കോട്ടെ. അപ്പൊ പിന്നെ പൂമോളത്ത് എങ്ങനെ വന്നത്? ചിലപ്പോ പോണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് പോകാം. കല്യാണം കഴിഞ്ഞിട്ട് മുന്നേ ഞാൻ എത്ര കൊല്ലങ്ങളിപ്പോ മറ്റേ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നിന്നിട്ടുണ്ട്. +1 എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ലേ? +2 പഠിച്ചാൽ അതൊക്കെ എനിക്ക് ഉണ്ടോ ഇല്ലയെന്ന് ഇപ്പൊ നമ്മക്ക് അറിയോ? അന്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടാവും. ഇതിപ്പോ എന്റെ കാര്യങ്ങളൊക്കെ നടക്കണം. വണ്ടി കൊണ്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറയണില്ലേ? ഞാൻ ചോദിക്കലില്ലല്ലോ എന്നോട്. ഞാൻ ചോദിക്കലുണ്ടോ? ഞാൻ ഓനെ വിശ്വാസത്തിലാണ് കെട്ടുന്നത്. അല്ല ഞാൻ എന്നെ പോയി ചുയിന്ന് അന്വേഷിച്ചിട്ടൊന്നുമില്ല. ഒക്കെ അതുണ്ടോന്നുണ്ടോ? ഞാൻ ഓനോടുള്ള ബന്ധത്തിലാണ് എന്നെ കെട്ടിയത്. ഞാൻ എന്താ പറയാ പിന്നെ ചെറുപ്പ് കിട്ടും. എല്ലാരോടും കാട്ടി ഇന്നോട് ഇങ്ങനെ കാട്ടാൻ പാടില്ലേ?
പിന്നെ തോന്നാതെ തോന്നി ഇപ്പൊ ഈ കണ്ടപ്പോ തോന്നി ഇതിനെ വരെ തോന്നിയിട്ടില്ലല്ലോ. ഞാൻ ഇതിനെ കുറിച്ച് ഇതിനു മുമ്പ് ചോദിച്ചിരിക്കണം എന്നോടില്ലല്ലോ. ശരിക്കും ഒന്ന് അന്വേഷിച്ചു നോക്കുക. അത് അങ്ങനെ ഒരാളില്ലെങ്കിൽ പറഞ്ഞത് പിന്നെ മൈൻഡില് നിക്കൂലേ. ആയിക്കോട്ടെ, ഇതിപ്പോ എങ്ങനെയാണെങ്കിലും ഇതിപ്പോ ആളെ കിട്ടുന്ന കാര്യം ഞാൻ നോക്കട്ടെ. പക്ഷെ ഇത് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്നോട് പരിചയമില്ലാത്തവരോട് ഇങ്ങനെ പറയില്ലല്ലോ. അതിനുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ഞാൻ അന്വേഷിച്ച് എന്താ വെച്ചാൽ കാട്ടിക്കോളി. എങ്ങനെ അന്വേഷിക്കണ കാര്യം മനസ്സിലായില്ല. അറിയാലോ ഓനെ വിളിച്ച് ശരിക്കും അന്വേഷിച്ചോളി. ഇച്ചോനെ അറിയോ ഓനക്ക് ഇന്ന അറിയോന്ന് അന്വേഷിച്ചോളി. ഓനെ കിട്ടാൻ പണി അതിന്റെ കാര്യം. ഇതിപ്പോ ഇത് പരിചയമില്ലാത്ത ഒരാളെ വിളിച്ചില്ലല്ലോ. ഇതിപ്പോ കൂട്ടുകാരന്മാർക്കൊക്കെ വിളിച്ചിരുന്നെങ്കിലും കൂട്ടുകാരത്തേക്കൊക്കെ വിളിച്ചു ഞാൻ എന്തെങ്കിലും പറയലുണ്ടോ? ഇല്ലല്ലോ. ഞാൻ അപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് പറഞ്ഞോണ്ടാണ്. എനിക്ക് സീക്രട്ടും കാര്യങ്ങളുണ്ടോന്ന് വെച്ചാൽ അറിയില്ലല്ലോ. എന്ത് സീക്രട്ട്? അപ്പൊ അതാ ഞാൻ പറയിച്ച അറിയില്ലല്ലോ. അപ്പൊ ഇതേമാതിരി വന്നില്ലേ ഇപ്പൊ എനിക്ക് ഇവരൊക്കെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഇന്നെ എങ്ങനെ കൺവിൻസ് ചെയ്യാ? ഇവരൊക്കെ പറഞ്ഞ ആങ്ങളെ പെങ്ങളാണെന്നൊക്കെ എനിക്കിപ്പോ പറയാൻ പറ്റില്ലല്ലോ. ഇന്നലെ ഇപ്പൊ വിളിക്ക് വന്നുകാണല്ലേ. ഇന്നലെ അന്തിക്കൊക്കെ ഞാൻ വിളിച്ചിരുന്ന ആരുണ്ടോ? ഇന്നലെ പോന്നിക്കണേ. ഇന്നലെ പെരീന്ന് പോന്നിക്കണോള്. ഞാൻ വന്ന പെരീക്ക് പോകാൻ നിക്കാൻ അറിയാണ്ട് പോന്നാണ്. ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് പോയപ്പോ ചോദിച്ചു. അപ്പൊ ഓള് പറഞ്ഞു നിങ്ങൾ കൊറേ ദിവസമായാലും വന്നിട്ട് നിങ്ങൾ ഏതായാലും ഇപ്പൊ പോണില്ലല്ലോ. ഞാൻ ഷെഫീക്ക് വന്നിക്കണ ഇറങ്ങാണ്ട് ഇങ്ങോട്ട് പോന്നാണ് നിൽക്കാൻ. അപ്പൊ ഇത് അതിന്റെ എന്തല്ല ഇപ്പൊ കാണുന്നത്. ഞാൻ ഇപ്പൊ ആ റീലെടുക്കാൻ വന്ന് ഇങ്ങോട്ട് വന്നോണ്ടല്ലോ ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞത്. അല്ലെങ്കിൽ മനസ്സിലായില്ല. നിങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇന്നലെ അന്തിക്ക് വിളിച്ചാനായിട്ട് അങ്ങോട്ട് വന്നേന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഇന്നലെ അന്തിക്ക് പോകും എനിക്ക് വിളിച്ചെങ്കിൽ എനിക്ക് ഇപ്പൊ അമ്മായി വെല്ലിമൊന്നും വന്നോണ്ട് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ചിന്തിച്ചൂടെ? ഇത്രയും ആൾക്കാരോടല്ലേ? 10-15 ആൾക്കാരില്ലേ? എല്ലാരും ഇല്ല ഇവിടെ. അതന്നെ അത് എനിക്കറിയേണ്ട കേസല്ലല്ലോ. ഇതിപ്പോ നീ വന്നതല്ലേ ഞാൻ ചോദിച്ചത്. ഇതാണ് പലനാൾ കള്ളൻ ഒരുനാൾ പിടിയെന്ന് കേട്ടിട്ടില്ലേ? ഇത് കേട്ടുകാണ്ട് എങ്ങനെ ഞാൻ വിശ്വസിച്ചു തന്നെ? ഈ വർത്തമാനത്തിൽ ഞാൻ എങ്ങനെ വിശ്വസിച്ച? എനിക്ക് ഇതല്ലേ പണി. ഇവിടെ ഓരോരുത്തർ കാട്ടിക്കൂട്ടി അന്വേഷിക്കാൻ പോക്കലല്ലേ ഇന്റെ പണി. അതല്ലേ ഇവിടെ പരിപാടി. ഞാൻ എന്തേതിനാ വന്നേ? ഇതെന്തൊരു ഏതല്ലേ? ബലം സപ്പോർട്ട് ചെയ്യാത്ത അപ്പൊ അതാ പറഞ്ഞ പലരും തെറ്റുണ്ടാവുകൊണ്ട് തന്നെയാണ്. ഇടക്കിടക്ക് ഇങ്ങനെ കുത്തുന്നുണ്ടല്ലോ മുമ്പില്. ഞാൻ ഇത് എഡിറ്റിംഗ് ആണ് വിചാരിച്ചത്. ഇതിപ്പോ എഡിറ്റിംഗ് ആണ് എന്താ പറച്ചോളാൻ അറിയാം. എഡിറ്റിംഗ് ആണ് എന്താണെന്നുള്ളത്. അത് വിളിച്ചിട്ട് മെസ്സേജ് വെക്കാലോ. ഇനിയിപ്പോ കേൾക്കണില്ലാണ്ട് മെസ്സേജ് അയച്ചാൽ കേൾക്കൂലല്ലോ. ഏത് നേരം റൂമിനുള്ളിൽ ഇങ്ങനെ കുത്തർക്കല്ലേ എഡിറ്റിംഗ് ഇറങ്ങാണ്ട്. പിന്നല്ലേ അതല്ലേ ഞാൻ ചോദിച്ചത്. ഉച്ചക്ക് കടന്നുറങ്ങാൻ അറിയാൻ റൂമിൽ ഇങ്ങനെ പേര് കുത്തല്ലേ. ഞാൻ അതിനൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പണി കഴിഞ്ഞിട്ടല്ലേ ചെയ്യല്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അത് എഡിറ്റ് ചെയ്യാൻ എന്താണ് എങ്ങനെ അറിയണേ? ഉച്ചക്ക് പണികളൊക്കെ കഴിഞ്ഞാ ഇരിക്കണ നേരത്താണ് ഇപ്പൊ ഈ വിളി വന്നേരേ. ആ സമയമാണല്ലോ ഇപ്പൊ ഇത്. ഇരിക്കണ സമയല്ലേ ഇപ്പൊ ഇത്. നിങ്ങളാളെ അന്വേഷിച്ചോളി. അന്വേഷിച്ചതിന്റെ മുന്നിൽ കൊണ്ടുവരും. ഇച്ചിവിടെ ഇങ്ങനെ കാണുന്നവരൊക്കെ പോയി അന്വേഷിക്കും. ഇജ്ജ് പൂമക്കുളിച്ചിനെ വെച്ചെടുക്കാനല്ലേ പണി. സത്യം ഇജ്ജ് പറഞ്ഞാൽ തെളിയും. ഞാൻ ഇതിനെ വേറെ ചോദിച്ചിന്. അറിയില്ല അങ്ങനത്തെ ഒരാളെ അറിയില്ല. ഇച്ച് പ്രേമിച്ചെന്നുണ്ടെങ്കിൽ ചെന്നോ പ്രേമിച്ചൂടെ? ഇന്നോട് എന്തിനാ ചോദിച്ചാൽ അതൊക്കെ ഇതിപ്പോ ഈ ഫോൺ കോളിൽ നിന്ന് കണക്ഷൻ ഉണ്ട് എന്നാണ്. ഞാൻ ഷംനനെ എങ്ങനെയൊന്നും കരുതിയിട്ടില്ലേ. അല്ല ഇപ്പൊ അങ്ങനെ പരിചയമില്ലാത്ത ആളിപ്പോ അങ്ങനെ എങ്ങനെ പരിചയമില്ലാത്ത ആളാക്കി. അപ്പൊ അതങ്ങനെ ഇതിപ്പോ വിളിച്ചു വെച്ച് കേട്ടില്ലേ? ഇജ്ജ് കേട്ടോ? പറ്റിച്ചാ വിളിച്ചാണെങ്കിലോ നിങ്ങൾക്ക് അറിയാം ആര് പറ്റിച്ചു? ഇവിടെ ഈ ലോകത്ത് വേറെ ഒന്നും പെണ്ണുങ്ങളില്ലല്ലോ. തെറ്റുണ്ടെങ്കിൽ ചെറിയ പോയി ബാക്കിക്കോട്ടെ. അല്ല ഈ ലോകത്ത് വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഷംനനെ തന്നെ നോക്കിയിട്ടാണ് വിളിച്ചാന്. ജന്നുള്ളൂടെ പെണ്ണുങ്ങള്. നമ്പർ കൊടുക്കാറോ? ഇച്ചറിയുന്ന ആളേക്കാരല്ലാരും ഇച്ചതല്ല പണി. ഞാൻ ഈ ഫോൺ ചെക്ക് ചെയ്തിട്ട് തരാം. അവിടക്ക് ആരും നോക്കണ്ട. എനിക്കറിയില്ലല്ലോ. പിന്നെ എന്തിനാ? എനിക്കറിയില്ല. പിന്നെ എന്തിനു നോക്കണേ? മനസ്സിലായില്ല. ഇച്ച് നോക്കാണ്ട് ഫോണില് ഇജ്ജ് എന്തൊക്കെ ഐഡിയ വെച്ചിങ്ങനെ ഇച്ച എങ്ങനെ അറിയണേ?
അമ്മായിക്ക് വരലുണ്ടോ അമ്മായിയെ? ഞങ്ങൾക്കൊന്നും ആരും ഇങ്ങനെ വിളിച്ചല്ല. ചെറിയ അപ്പൊ മോനെ കുറിച്ചാണ് ഞങ്ങൾക്കൊന്നും ആരും വിളിച്ചല്ല. ഹലോ ഇതാരാണ് എന്നാണ് ചോദിച്ചുമ്പോ തന്നെ ആ ആൾക്ക് മനസ്സിലായി. വർത്താനം പറഞ്ഞ വലിയ അത്രയും ഉറപ്പിക്കാതെ ചെറിയ അപ്പില്ല. അല്ല അതുകൊണ്ടല്ലേ ഇപ്പൊ ആ വർത്താനം പറഞ്ഞത്. ചെറിയാപ്പ് പൊയ്ക്കണ് കരുതിക്കണ്. അതാണ് അതുകൊണ്ടാണ് ആ വിളിച്ചത്. ഇത് പറഞ്ഞിട്ട് കുറച്ചൊക്കെ വലിയ കാര്യമൊക്കെ കഴിഞ്ഞിക്കണ്. അതുകൊണ്ടാണ് അതന്നെ ഇവിടെ തന്നെ എനിക്ക് അതല്ലേ ചെറിയ അപ്പോറ് വിളിച്ചാ നിക്കണ്ടല്ലോ. തിരുപ്പൂര് പോയാലും ഇവിടെ തന്നെ നിന്നു. അതാ പറഞ്ഞത് ഇവിടെ തന്നെ നിന്നോ, എനിക്ക് അതാ നല്ലത്. ഓളെ തുണി കുപ്പായൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് ചാക്ക് കെട്ടി പോന്നിട്ടില്ലെന്നല്ലേ. ഇന്ന് കുറച്ചും കൂടി എടുത്തു പോരെ ആടന്ന്. ഈ കണ്ട ആൾക്കാരൊക്കെ എനിക്ക് വിളിച്ചല്ലേ. ഏതൊക്കെ പിന്നെന്താ മോളെ ചക്കരേനൊക്കെ വിളിച്ച ആൾക്കാര് പിന്നെ ഞാൻ വിളിച്ചത്. അപ്പൊ അതാ പറഞ്ഞത് മനക്ക് വിളിച്ചാൻ ആൾക്കാരുണ്ട്. അതത്ര ഉസാറായിട്ട് വിളിക്കണേ. മോലേന്ന് പറഞ്ഞതാ വിളിച്ചത്. അതിലെന്നാണ് കടന്നോ മോല്. പിന്നെന്താ വിളിച്ചപ്പോ തന്നെ അതിന് പൊന്നാണ് ചിന്ന ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് കുട്ടിയല്ലേ, ചെറു കുട്ടിയില്ലേ. ഞാൻ എവിടെ പോയാലും ഒന്ന് ഞാൻ അത്ര വിചാരിച്ചോളൂ. എവിടെ പോയാലും കൊറേ അടിച്ചോണ്ടും കൊറേ തുറക്കണം കൊറേ തിരുമ്പണം. എനിക്ക് എപ്പോഴും തന്നെ പരിപാടി തുറക്കണം തിരുമ്പണം എന്നൊക്കെ തന്നെ പരിപാടി. ഞങ്ങളോട് പറയല് താങ്ക് ഞങ്ങളോട് പറയലുണ്ട്. ഇത് ചെയ്യലുണ്ടോ പടച്ചറപ്പ് തമ്പുരാനറിയാം. വിശ്വാസമല്ലല്ലോ. അപ്പൊ ഈ പുളിയിൽ ഞാൻ അങ്ങനെ വിശ്വസിച്ചേ. ആണെങ്കിലോ എങ്ങനെ അവിടെ ഇതെങ്ങനെ ഇങ്ങനെ വിളിക്കണത് മോളേതൊക്കെ ഇവിടുന്ന ഈ പുളി വരുന്നത്? അതും പോട്ടെ, ചെറിയാപ്പ് തിരുപ്പൂർക്ക് പോയത് ഇപ്പൊ എങ്ങനെ വരുന്നത്? എന്ത് അപ്പൊ നമ്പറും വേണ്ടേ? ആ നമ്പർ അവിടെ നിന്ന് കിട്ടി. എന്റെ നമ്പറാണെങ്കിൽ ഒക്കെ എന്റെ നമ്പർ അവിടെ നിന്ന് കിട്ടിയേ. ഇൻസ്റ്റയില് കൊടുത്തിട്ട് ചോദിച്ചു എന്റെ എവിടെ കൊടുത്തു. പറ്റിച്ചാണെങ്കിലോ എന്റെ ഭാഗത്തേക്കാത്തെ. അപ്പൊ ഇത് എന്റെ കയ്യിലല്ലേ തെറ്റി. എന്റെ ഫോണിക്ക് ഇമ്മാതി എന്റെ ഫോണിക്കാണ് വിളിച്ചിക്കണേ. ഞങ്ങളെല്ലാരും സാക്ഷിയാണ്. ഞങ്ങൾ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴല്ലേ ആ കോള് വന്നത്. അപ്പൊ അങ്ങനെ ഓൻ എന്റെ സൈഡിൽ നിൽക്കണേ. മനുഷ്യന്മാരോട് പറയാൻ പറ്റും. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നല്ലൊരു മാപ്പിളയുടെ ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ എന്നെ സോപ്പടാച്ചി പറയല്ലേ. ഇപ്പൊ മനസ്സിലായോ? വിശ്വാസല്ലേ ഇല്ലേ? അത് നിങ്ങൾക്ക് വിശ്വാസല്ലേ? ഈ കയ്യേതാത്തെന്താ ഈ വിശ്വാസം ഞാൻ ഇപ്പൊ കണ്ടത്. അനക്ക് തന്ന ഫ്രീഡാണ് ഇപ്പൊ ഞാൻ കണ്ടത്. എന്ത് അനക്ക് തന്ന ഫ്രീഡല്ല ഇപ്പൊ ഞാൻ കണ്ടത്. ഇത് കേട്ടില്ല? ഇത് കേട്ടോ? ചങ്ങായി വിളിച്ച് പറഞ്ഞത് കേട്ടോ? കേട്ടു. ആ പിന്നെന്തത്? പക്ഷെ ഓനും തിരിച്ചു വിളിച്ചു നോക്കിയാണെങ്കിൽ ശമ്പളന് അറിയാം എന്താണ് പ്രശ്നം. ഫോൺ എടുക്കണില്ലാന്ന് കോള് പോണ്ടേ. ഞാൻ എന്തിനാ ഓനക്ക് വിളിച്ചേണ്ട ആവശ്യം? നിങ്ങളെന്തിനെ പരിഗണിച്ചാത്ത ഞാൻ പറയുന്നത്? ഞാൻ അതല്ല ചോദിച്ചത്. ഞാൻ എന്തിനാ അവിടെ തന്നെ പോയിരുന്നു. അവിടെ തന്നെ പോയിരുന്നു. എന്താണ് ഇതൊന്നും മുമ്പ് കണ്ടില്ലല്ലേ ഞാന്. ജിപ്പോ വന്നങ്ങാണ്ട് ഇങ്ങനെ കരയണ്. തെറ്റുണ്ട്. അങ്ങോട്ട് ഓള് വല്ല ഉങ്ങി വന്നിട്ട് ചെറിയാപ്പന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ചോര അന്തസ്സായി പോയിക്കൂടെ? അങ്ങനെ എങ്ങനെ അന്തസ്സായി പോണ്? എങ്ങനെ അന്തസ്സായി പോകാൻ പറ്റിയ? അതാ അന്തസ്. ആ വർത്താനത്തിന് ചെറുക്കൊന്നും അന്തസ്സായിട്ട് പോയിക്കൂടെ? എങ്ങനെ അന്തസ്സായിട്ട് പോകണം? ഒരാളെ കെട്ടി കുട്ടിനാണ് അന്തസ്സായിട്ട്. ഈ കോലത്തിൽ ഞാൻ വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ചു? ആ ഇതൊക്കെ ഒളിച്ചുകൊണ്ട് നടക്കല്ലേ. ഞാൻ തിരുപ്പൂർക്ക് പോയാലും ഇപ്പൊ എന്താ പരിപാടി അറിയില്ലല്ലോ. അതിനകത്തുണ്ടെങ്കിൽ ഞാൻ പടക്കൂലേ. ആ ഇച്ചിപ്പോ അതല്ല പണി. അന്ന കുട്ടികളെ മാറി ഇങ്ങനെ ഏറ്റെടുക്കാൻ വെച്ച പണി. വേറൊരു പണി ഇച്ചിവിടല്ലോ. ആ ഫോണ് കൊണ്ടാ ഞാനൊന്ന് നോക്കട്ടെ. അയച്ചാലേ നോക്കാന്. ചണ്ടിങ്ങാട്ടിലും അറിയാം നോക്കാന്. ഇച്ചറിയെ നോക്കിട്ട് പറയാന്. ഏതായാലും മൊബൈലും കടിയിലല്ലേ ഇതിലൊക്കെ പോയിക്കണം. അങ്ങോട്ടൊക്കെ പോയിക്കണം. ഞങ്ങോട്ട് പോയിക്കണ്. ഞാൻ ചെയ്തിട്ടില്ല. എന്തെങ്കിലും മാപ്പിള വിളിച്ചൊരു കുട്ടിയുണ്ട്. അപ്പൊ ഞാൻ ഒന്നിനും ഞാൻ പോകൂല. ഈ പടച്ചോനെ പേടി എന്നെ കണ്ടില്ലല്ലോ. ഇതിപ്പോ ആരെ വിളിച്ചെന്നൊന്ന് നോക്കുന്നൊരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്ക്. എന്ത് സത്യാവസ്ഥ മനസ്സിലാക്കാൻ എനിക്ക് വിളിച്ചതോ? എന്തെങ്കിലും തമാശയാണ്. എല്ലാം ഉള്ളൊരു കളിയിലാർക്കില്ല. എന്ത് തമാശയാണ്. എന്റെ വിചാരത്തിൽ ഇങ്ങനെ ഇങ്ങനെ തന്നാൽ ഇതൊന്നും ശരിയാവൂല. എന്ത്
അതിന് ഞാൻ എന്താ കാട്ടിയേ? ഇജിത് ഇതിന് ഉത്തരം പറയാം. ഇജ് ഇന്റെ കജ്ജ് ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു കാര്യമില്ല. ഞാൻ ബൊബനായോണ്ട് അവിടെ നിക്കണം, അല്ലെ ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയിനി. എങ്ങോട്ട് ഇറങ്ങി പോയിന്? ഞാൻ എന്റെ കുടിക്ക് അല്ലെങ്കിൽ നിങ്ങള് സത്യാവസ്ഥ മനസ്സിലാക്കി ഏതോ ചങ്ങായി എന്തേതാന്നൊന്ന് നോക്ക്. അതിനോ വിളിച്ചിട്ടുണ്ടാ മാണ്ടേ? ആര് നോക്കണ കാര്യം പറയണത്? അത് നിങ്ങൾക്ക് തെളിയിച്ച് തെളിയിച്ചണ്ടേ? ഏതോ ചങ്ങായി വിളിച്ചിട്ട് ചെറിയ പുള്ളി വെച്ചിട്ട് തെളിയിച്ചണ്ടേ? ഞാൻ എന്റെ നമ്പർ എവിടുന്ന് കിട്ടി? എന്റെ പേര് എവിടുന്ന് കിട്ടി? എന്റെ പേര് എവിടുന്ന് കിട്ടി? ഞാൻ എവിടുന്ന പണിയെടുക്കണ നോക്കി അങ്ങനെ കിട്ടിയത്? കുട്ടില്ലേ ഇവിടെ 3 കുട്ടികളിൽ വരെ പോകുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടി പോവൂല. അങ്ങനെ ഇജ്ജ് പറയല്ലേ? ഞാൻ പറഞ്ഞാ പോലെ അങ്ങനെ പറയണേ. ആ ഇത് ഞാൻ ഒറ്റക്ക് കേൾക്കാണെങ്കിലോ അതിന് പ്രശ്നം. ഇവിടെ എല്ലാരും കേട്ടുക ഏതായാലും നന്നായി. അതിന്റെ മേത്ത് കേൾക്കാരതൊക്കെ പടം വരിക. ഇവിടെ പറയാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇജ്ജ് പറയണൊക്കെ ഇങ്ങനെ തുള്ളിയിട്ടാണേ ഞമ്മക്ക് തന്നെ പണി നിക്കണേ. അല്ല അപ്പൊ എന്താ തീരുമാനിച്ചേക്കണേ? ഇജ്ജ് ഇങ്ങനെ ഓരോരുത്തർ തന്നിട്ട് കാര്യമില്ലേ? അല്ല ഈ പൂമോളെ ഇപ്പൊ എന്റെ ഫോണിൽ ഒരാൾ വിളിക്കാണ്, ഒരു പെൺകുട്ടി വിളിച്ചാണ്. എന്നിട്ട് ചെറിയ പോക്ക എന്ന് വിളിച്ചാൽ എന്റെ എന്തേക്കാരം ഇപ്പൊ ലൈവിലെ എനിക്ക് ചാറ്റ് പെൺകുട്ടികൾ വിടുമ്പോ അത് വേണ്ടട്ടോ എന്ന് പറയില്ലേ? അനക്കെല്ലാം കാട്ടാം, ഞമ്മക്ക് ഇവിടെ ഒന്നും കാട്ടാൻ പറ്റില്ല. അങ്ങനെയാണോ? ഞങ്ങളോട് വന്ന് പറയണല്ലേ? എന്തുണ്ടേലും ഇതിനെ പറ്റി എന്തായാലും ഞങ്ങളോട് വന്ന് പറയണല്ലേ? ആണോ അല്ലേ? പറയും എന്താ ഇതിപ്പോ അങ്ങനെ തന്നെയാണ് എല്ലാരും. പറയാൻ പറ്റാത്ത കാര്യം പറയില്ല, പറയാൻ പറ്റുന്ന കാര്യം പറയും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതൊക്കെ ലാസ്റ്റ് ഡയലോഗാണ്, ആളെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗാണ്. അതൊന്നും ചിന്നോട് പറയാൻ നിൽക്കണം കേട്ടോ. ഇത്രയും കൊല്ല ഈറ്റങ്ങളൊക്കെ ഇതാക്കണ എനിക്ക് വിപരീതം നിൽക്കുന്നു. അപ്പൊ അതന്നെ എന്റെ അടുത്തൊന്നും ആരും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അതന്നെ ഞാൻ തന്നെ അതിനോട് പ്രതീക്ഷിച്ചു. ഇത് ഇങ്ങനെ വിളിച്ചോട്ടെ പിച്ചന്റെ ഫീലിംഗ് ആയി. ഇജേ കള്ളക്കണ്ണീരൊക്കെ കാട്ടിങ്ങാട്ടൊന്നും ഓനെ വായിക്കാൻ നിക്കണ്ടോ. ഞങ്ങളൊക്കെ ശാശിയാണ് എനിക്ക് വന്ന ഫോണില്. പൊന്നാർ ചെറിയപ്പോ ആ കോളിന്റെ സത്യാവസ്ഥ എന്താന്ന് ശരിക്കും നോക്ക്. സത്യാവസ്ഥ നോക്കിയിട്ട് ഞാൻ പറയണ. ഇപ്പൊ ഞാൻ എന്തായാലും പോട്ടെ. ഇജ് ഇവരെ ഉണ്ടായിട്ടാണ് ഞാൻ അത്രയും കാര്യം ഞാൻ അന്വേഷിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ബാക്കി. അപ്പൊ അതിന് സത്യത്തിലാവുന്നില്ലല്ലോ. നിങ്ങൾ ഇനിയൊന്ന് വിശ്വസിച്ച് എന്തിനാ എന്നിട്ട് ഇങ്ങനെ ഇടങ്ങാറാക്കണേ? ആര് സത്യത്തിലില്ലാന്ന് വെച്ച് പറയണത്? അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ ഇതാവൂലല്ലോ. അല്ല ഇച്ച് നോക്കാനറിയാം. ഇവിടെ വേറെ ആൾക്കാർ നോക്കിക്കോ. എനിക്കൊരു പേടിയില്ല, ഞങ്ങൾ ചയച്ചിട്ടില്ല. എന്തെങ്കിലും ഇങ്ങനെ കിട്ടുണ്ടോ നോക്ക്. 16 വയസ്സായപ്പോ ഞങ്ങളിപ്പോ നടക്കില്ലേ? അത് പറഞ്ഞിട്ട് എന്താ? 14 വയസ്സായ നടന്നു ബാക്കിയില്ലേ? അതിന് മുമ്പ് മേലക്ക് വേണ്ടേ? 16 വയസ്സ് വരെ ഉള്ളൂ. അന്നേരം ഞങ്ങൾ ഒഴിവാക്കിക്കണം. അതിന് ശേഷം ഒഴിവാക്കണം എന്നാണോ? അപ്പൊ അതിന് ശേഷം ഒഴിവാക്കണോ? ഓലൊക്കെ 3 ദിവസമായിട്ടല്ല ഇപ്പഴല്ലേ നിങ്ങൾ ഇത് കേൾക്കുന്നതിന് മുന്നേ കത്തിട്ട് എന്തെങ്കിലും കേട്ടുക്കണോ? ഇതേപോലെ കേൾക്കും പെട്ടെന്ന്. ഇത് കേൾക്കുമ്പോ ഞങ്ങൾക്കൊണ്ട് ഇടങ്ങേറേ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. ഇല്ല. എന്തെങ്കിലും മനസ്സിലാക്കാത്തെ? മനസ്സിലാക്കി ഞാൻ പറഞ്ഞുതരാം ബാക്കി. ഞാൻ പോലതിനാണ് ഇവിടെ നിന്നത്. ഞാൻ പോട്ടെ. അപ്പൊ ഇത് കേക്ക് എനിക്ക് ഇന്റെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കണ്ടേ? അതന്നെ ഞാൻ ക്ലിയർ ആക്കി തരാം. എന്റെ ഭാഗം എന്താണ് ചെറിയ എനിക്ക് പറയാനുള്ള ഇവരോട് പറഞ്ഞോ. ആളെ കിട്ടാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ, നോക്കിക്കോളൂ. വിശ്വാസം ഉണ്ടോ ഇല്ലേ? പറയും. നിങ്ങൾക്ക് ഇന്ന് വിശ്വാസം ഉണ്ടോ ഇല്ലേ? ഇപ്പൊ വിശ്വാസം ഉണ്ടേനി. ഇപ്പൊ ഈ വിശ്വാസം ഉണ്ടേനി. ഈ കോള് വന്നപ്പോ ഒക്കെ പോയി. ഞാൻ നോക്കട്ടെ കേട്ടോ. പറയണ കേക്ക് ഉണ്ടോ ഇല്ലേ? അപ്പൊ അതന്നെ പറഞ്ഞിട്ടുണ്ടേനി. ഇപ്പൊ ഈ കോള് വന്നില്ലേ? മോളെ വിളിച്ചുണ്ട്. എനിക്കതിന് കുഴപ്പമില്ല. പക്ഷെ ചെറിയ പിന്നെ തള്ളി എന്തിനാ എന്നെ ഇങ്ങനെ തള്ളിട്ട് പോണേ? തള്ളിട്ട് പോകല്ല. അച്ഛൻ നോക്കൊന്നും വേണ്ടേ? എന്ത് കാട്ടിയാലും എന്റെ പിന്നാലെ ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെ തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഓനെ കിട്ടിയാ കിട്ടുമല്ലോ. പേടില്ല. ഇതെന്തിനാ എന്നെ ഇട്ടിട്ട് പോണേ? എന്നാ ഇവിടെ ഇരിക്കുക. നമുക്ക് ആലോചിച്ചാൽ ആ ചെങ്ങായി പേടിയില്ല. എനിക്കൊരു പേടിയില്ല. എന്നോട് ചിഞ്ഞ് വർത്താനല്ല. ഞാൻ പറഞ്ഞില്ലേ വർത്താനല്ല. ഞാൻ നോക്കിയിട്ട് അന്വേഷിച്ചിട്ട് ബാക്കി എന്നോട് വർത്താനമുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഒറ്റക്കാളി നോക്കിയപ്പോഴൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അത് ചിന്നോട് തന്നെ കാട്ടണം. ഈ കണ്ട കാലം കണ്ടപ്പോ നിന്നുകാണ്ടേ ജിന്നോട് ഇങ്ങനെ തന്നെ കാട്ടണ്ടീനത് കേട്ടോ. എന്താണ് കേൾക്കുന്നത്? പോവല് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാത്ത ഏതോ എനിക്ക് പറയാനുള്ളത് ജിബിനോട് പറയാ. ഞാൻ ആലോചിച്ചിട്ട് ഞാനത് തന്നെ അന്വേഷിച്ചോട്ടെ. എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. എന്നിട്ട് ആ പരിപാടി എടുക്കട്ടെ. ഞാൻ ഇപ്പൊ ഈ കോളിന്റെ അടുത്ത് നല്ല വന്നു. ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം ബാക്കി കേട്ടോ.
എന്താ പിന്നെ കഥ പ്രാങ്ക് ഏറ്റിക്കണ് എങ്ങനെയുണ്ട്? ഞാൻ മോളോളെ കളി കണ്ണീരെ കൊണ്ട് തോക്കിയതാടപ്പോ അല്ല നിങ്ങൾ എന്നിട്ട് പോവോ അറിയ അല്ല എല്ലാരും പറഞ്ഞ പ്രാങ്ക് തരണം എന്താണ് ആലോചിച്ചിട്ടാണ് കരച്ചിലൊക്കെ അറിയപ്പോ ഇതേ പറ്റുള്ളൂ. വേറെ ഐഡിയ ഞാൻ കിട്ടിയില്ല. കരച്ചിലായിരുന്നെങ്കിലേ ടോപ്പിക് ഇതായാലും നമുക്ക് കരച്ചിലല്ല. വേറെ ടോപ്പിക്കിൽ പോലും കരയില്ല. ചെറിയാപ്പു അഭിനയിച്ച് തകർത്തു. ഏതായാലും ഏതാ വന്നിരുന്നപ്പോ ഏതോ ചങ്ങായി ഫോണും വിളിച്ചു എന്താ വെച്ചാ മോളെ ചെറിയാപ്പോ പോയോ പേടിച്ചു അനക്കുണ്ടോ ആരെങ്കിലും? അന്തേ ഇച്ചത് ചീത്ത പറഞ്ഞാൽ തന്നെ വെച്ച് ഭയങ്കര ഇടങ്ങാതാണ്. അപ്പൊ പാടെ പറഞ്ഞപ്പോ എന്താ കാട്ടുങ്ങളൊക്കെ എന്നെ കുത്തുക. വലിയ സുഖമൊന്നും ഇല്ലട്ടോ. ഇങ്ങനെ ഇത് അനുഭവിച്ചോലൊക്കെ ഇടങ്ങാറേ. പാടമായിരിക്കണം. എനിക്ക് എല്ലാത്തിനും ഭയങ്കര ഡയലോഗാണെന്ന് ആൾക്കാർ പറയുന്നത്. അപ്പൊ എനിക്കൊരു പണി തരണം വിചാരിച്ചിറക്കിയത് നമ്മൾ. അനക്കൊരു പണിയല്ല എല്ലാരും കാത്തുക്കേ എല്ലാവർക്കും സന്തോഷമായി. എന്റെ കരച്ചില ഓൽക്കും സങ്കടമായിക്കണം. മാണ്ടി ലീവ് പറയുണ്ടാവും. എങ്ങനെയുണ്ട് സിനിമ? സെറ്റാണ്. അപ്പൊ എന്നാ വൈകിട്ട് അയക്കളാ. ഇത് കണ്ടിട്ട് എല്ലാരും സന്തോഷിച്ചു. ഞാൻ ആരെങ്കിലും സന്തോഷിക്കുന്നത്. അപ്പൊ വീഡിയോ അതിന്റെ പകരം അവസ്ഥയിലേക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആരും പോവാൻ. എങ്ങനെയുണ്ട് ഇനി അമ്മയെ പ്രാങ്ക്? നല്ല രസമുണ്ട് ഇനി. പിന്നെ അവിടെ നമുക്ക് ഡയലോഗ് കിട്ടിയത് അങ്ങോട്ട് കിട്ടും. പ്രാങ്ക് ചെയ്തപ്പോഴേ എല്ലാരും ചോദിക്കുന്നുണ്ട് സമനൊക്കെ കൊടുക്ക് പ്രാങ്ക് ചെയ്തപ്പോഴേ ഏതായാലും സൂപ്പർ അല്ലേ ഇനി അമ്മയെ? അടിപൊളിയാണ്. ജീവിതത്തിൽ ഇടക്കിടക്ക് ഇങ്ങനെ നാലതൊക്കെ കിട്ടുകയാണെങ്കിൽ ഹാപ്പി ഇല്ലേ അമ്മയെ?